എൻ്റെ ആലയത്തിൽ ആഹാരം ഉണ്ടാകേണ്ടതിന് നിങ്ങൾ ദശാംശം മുഴുവനും ഭണ്ഡാരത്തിലേക്ക് കൊണ്ടുവരണം. ആലയത്തിലെ കാര്യങ്ങൾ മുമ്പോട്ട് പോകണമെങ്കിൽ ജനം അനുഗ്രഹിക്കപ്പെടണം. ജനം കൊടുക്കുന്നത് കൊണ്ടാണ് ആലയത്തിലെ കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്. ആർക്കെങ്കിലും ഞെരുക്കമുണ്ടെങ്കിൽ അമേൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ബാധ്യത അമേൻ എനിക്കുണ്ട്. നിങ്ങൾ സാമ്പത്തിക ഇടുക്കത്തിലാണോ ഞെരുക്കത്തിലാണോ, ഞങ്ങൾ പ്രാർത്ഥിക്കും. നിങ്ങളുടെ കെട്ട് ദൈവം അഴിക്കും. നമ്മുടെ മനോഭാവം മാറണം. ഭക്തി ആദരവോടെ ദൈവത്തിന് തിരുമുൽ കാഴ്ചയുമായി ദൈവസന്നിധിയിലേക്ക്, കർത്താവേ നീ തന്നതിനായി നന്ദി, നീ എനിക്ക് തന്ന ആരോഗ്യത്തിനായി നന്ദി. നമ്മളിത് കൊടുക്കുമ്പോൾ ദൈവം നമ്മളെ ഉയർത്തും. ദശാംശത്തെ നമ്മൾ കൊടുത്തില്ലെങ്കിൽ ദൈവത്തിനുള്ള അവകാശത്തെ നമ്മൾ കൊള്ളയിടുക ചെയ്യുന്നത്. പിന്നെ അടുത്തൊരു കാര്യം, എല്ലാ നിലത്തിലും കൊണ്ട് ദശാംശം വിതയ്ക്കരുത്. നമുക്ക് സ്വമേധാദാനം, ഇപ്പൊ ഒരു ചാരിറ്റി ഒക്കെ നമുക്ക് കൊടുക്കാം. പക്ഷേ ടൈത്ത് എന്ന് പറയുന്നത് അത് സഭയിൽ ഭണ്ഡാരത്തിലേക്ക് കൊണ്ടുവരാനാണ് കർത്താവ് പറയുന്നത്. ടൈത്ത് ഭണ്ഡാരത്തിലേക്ക്. ദശാംശം കൊടുത്ത ഒരുത്തരുടെയും തലമുറ വഴിയിൽ പട്ടുപോകാനോ അവരാരും ദാരിദ്ര്യത്തിൽ കിടക്കാനോ ദൈവം അനുവദിച്ചിട്ടില്ല.